നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ CPM തുടങ്ങിയെന്ന റിപ്പോർട്ട്. ഓരോ ജില്ലയിലെയും LDF MLA-മാരുടെ യോഗം വിളിച്ചാണ് തുടക്കം. തിരുവനന്തപുരം ജില്ലയിലെ MLA-മാരുടെ യോഗം ഇന്ന് ക്ലിഫ് ഹൗസിൽ ചേർന്നുവെന്നാണ് വിവരം. ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ അവലോകനം ചെയ്തു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങൾ നൽകുന്നു. പറയൂ ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ കുറച്ച് നേരത്തെയാണോ വളരെ പ്ലാനിങ്ങോടെ ലെഫ്റ്റ് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണോ ഇത്? SKN നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങളുണ്ടെങ്കിലും അതിനു മുമ്പേ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. അത് CPIM നടത്തുന്ന സംഘടനാപരമായ തയ്യാറെടുപ്പുകൾക്ക് സമാന്തരമായി മുഖ്യമന്ത്രിയും അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുന്നു, ഒരുക്കങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ ഭാഗമായി ഓരോ ജില്ലകളിലെയും LDF MLA-മാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓരോ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ പരിസ്ഥിതികൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആരായുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് തലസ്ഥാന ജില്ലയിലെ ഇടത് MLA-മാരുടെ യോഗം വൈകുന്നേരം 4 മണിക്ക് ക്ലിഫ് ഹൗസിൽ നടന്നു. എല്ലാ ഇടത് MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു. ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് സർക്കാർ മുൻകൈയിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എന്നിവ മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞു. തലസ്ഥാന ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 14 13 ഇടത് MLA-മാരാണ് ജയിച്ചത്. ഈ ജയം ആവർത്തിക്കുക ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ ഇടപെടുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനുമുള്ള ഒരുക്കങ്ങളിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നതിൻ്റെ വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശ്രീജിത്ത്.